പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. ഇപ്പം അഭിഷേകിന് ഇവിടെ ഓഫർ ലെറ്റർ വന്നത് മെയിനായിട്ടും ടൊയോട്ട വന്നിട്ടുണ്ട്, ഹോണ്ട വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ AVG വന്നിട്ടുണ്ട്, ഹുണ്ടായി വന്നിട്ടുണ്ട്, AVG വന്നിട്ടുണ്ട്, പിന്നെ ഹോണ്ടയിൽ വന്നിട്ടുണ്ട്, പിന്നെ ടൊയോട്ടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് AVG വിളിച്ചിട്ടുണ്ട്, ടൊയോട്ട വിളിച്ചിട്ടുണ്ട്, TVS ടാറ്റ, ലൈലാൻഡ്, ടൊയോട്ട, അങ്ങനെ AVG എല്ലായിടത്തും വന്നിട്ടുണ്ട് അല്ലേ? സന്തോഷത്തിലാണോ? 4 പേര് സന്തോഷത്തിലാണോ? ആണ്. ഇപ്പോൾ ഒരു സംശയം, എവിടെ ഏത് ചൂസ് ചെയ്യുമെന്നായിരിക്കും അല്ലേ? സന്തോഷം ഉണ്ട് അവരുടെ മുഖത്ത് സന്തോഷമല്ലേ? പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽപ്പോൾ ഒരു ഭാഗ്യം വേറെ ഉണ്ടാവാനില്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, നന്നായി പഠിക്കുക എന്നത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഒരു പ്രധാന ഘടകമാണ് ITകൾ അഥവാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും മുൻഗണന നൽകുന്നത് സാങ്കേതിക പരിജ്ഞാനത്തിനാണ്, പരിശീലനത്തിനാണ്. അതിനാൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച സാങ്കേതിക പരിജ്ഞാനം നൽകുന്നതിൽ നമ്മുടെ നാട്ടിലെ ITകൾ വഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ സർവ്വസാധാരണമാകുന്നതിന് മുമ്പുള്ള കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സാങ്കേതിക പരിജ്ഞാനം നൽകി, സാങ്കേതിക പരിശീലനം നൽകി അവരെ വ്യവസായത്തിന് ഉതകുന്ന വിദ്യാർത്ഥികളാക്കി അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരാക്കി മാറ്റുന്നതിൽ നമ്മുടെ നാട്ടിലെ ITകൾ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തൂലമാണ്. ഇത്തരത്തിൽ കേരളത്തിലെ പ്രധാന ITകളിൽ ഒന്നായ കോട്ടയം മണർകാട് സെൻറ്റ് മേരീസ് പ്രൈവറ്റ് ITയിലാണ് ഞാനെന്നുള്ളത്. നമുക്കിവിടുത്തെ കോഴ്സുകൾ, ഇവിടുത്തെ വിവിധ ട്രേഡുകൾ, ഇവിടുത്തെ ലാബ് സജ്ജീകരണങ്ങൾ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടറിഞ്ഞു വരാം. അച്ഛാ, മണർകാട് സെൻറ്റ് മേരീസ് ITയുടെ ഒരു ചരിത്രം എങ്ങനെയാണ്? നമുക്ക് കാർഷിക പാരമ്പര്യമുള്ള ഒരു മേഖലയായിരുന്നു. 1978 വളരെ ദിശാബോധത്തോടുകൂടെ നമ്മുടെ പൂർവിക തലമുറ ഇവിടെ ഇതിനൊരു സാധ്യത കണ്ടെത്തുകയും 1978 ആരംഭിച്ച് 48 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ പ്രദേശത്തിന് തന്നെ മുഖച്ഛായ മാറ്റിയ ഒരു സ്ഥാപനമാണ് സെൻറ്റ് മേരീസ് പ്രൈവറ്റ് ITI. ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് 100% പ്ലേസ്മെൻറ്റ് എല്ലാ കാലത്തും ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയ ആളുകൾ ദേശത്തും വിദേശത്തുമായിട്ട് നല്ല സാധ്യതകളിൽ ജോലി ചെയ്തു വരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ തലമുറകളൊക്കെ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആകുന്ന സമയമായി. അവരുടെ അടുത്ത തലമുറ ഇവിടെ ഒന്ന് ചേർക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിയ, പ്രത്യേകിച്ച് നമുക്കറിയാം മണർകാട് ദേശത്തിൻ്റെ ഏറ്റവും വലിയ തിലകക്കുറിയാണ് മണർകാട് കത്തീഡ്രൽ, ദൈവമാതാവിൻ്റെ സംരക്ഷണം. ആ ദൈവമാതാവിൻ്റെ പരിപാലനയിലുള്ളൊരു സ്ഥാപനം, ശാന്തസുന്ദരമായ ക്യാമ്പസ് കൊണ്ടും അച്ചടക്കം കൊണ്ടും എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാ നിലയിലുള്ള വളർച്ചയ്ക്ക് പ്രേരണ നൽകുന്നൊരു ക്യാമ്പസാണ്. 2024-26 ബാച്ചിലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ. സെൻറ്റ് മേരീസ് ITയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ളൊരു ട്രേഡാണ്, കോളേജും കൂടിയാണ്. അതോടൊപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതുപോലെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു. പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞങ്ങളെ എല്ലാ സ്റ്റുഡൻസിനെയും ഇവിടുന്ന് ഇറങ്ങി വിടുന്നത്.
മണർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ കീഴിൽ ഉള്ള സ്ഥാപനമാണ് ഇവിടുത്തെ ITI. 78 തുടങ്ങി 40 വർഷത്തോളം 45 വർഷത്തോളം ആയി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ 100% പ്ലേസ്മെൻറ്റ് ഒരുക്കി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ എന്താ സാറേ നടക്കുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് ക്ലിയറൻസ്, എഞ്ചിൻ്റെ ഓട്ടോമൊബൈലിൻ്റെ ഭാഗമായിട്ട് MME നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ ഭാഗമായിട്ട് ഇത് വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വരുന്ന വാൽവ് കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവും. അപ്പം അതിനൊരു ക്ലിയറൻസ്. ഇത് കാറിൻ്റെ എഞ്ചിനാണോ? ഇത് കാറിൻ്റെ പഴയ മോഡൽ അംബാസഡർ എഞ്ചിനാണ്. അപ്പം വാൽവ് ക്ലിയറൻസ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് കാര്യങ്ങളൊക്കെ ചൂടാകുമ്പോൾ അതുമായിട്ട് തട്ടി ഗ്യാപ്പില്ലാതെ അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ വാൽവുകൾ ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ കംപ്രഷൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കത്തില്ല. അതിനുവേണ്ടിയാണ് അതിന് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കും. നമ്മളതിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലർ ഗേജ് ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അതുപോലെ തന്നെ അതിന് കറക്റ്റ് സ്പാനർ ഏതാണോ വരുന്നത് അത് വെച്ച് കറക്റ്റായിട്ട് ലൂസ് ചെയ്ത് നമ്മൾ കംപ്രഷനിലാക്കി അതിൻ്റെ വാൽവിൻ്റെ ക്ലിയറൻസ് കറക്റ്റായിട്ട്. ഇവരൊക്കെ 1ാം വർഷ വിദ്യാർത്ഥികളാണോ? ഇവർ ഇപ്പം നമുക്ക് പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളാണ്. ശരി. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ പല കമ്പനികളിൽ നിന്ന് അവർക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഒരാൾക്ക് തന്നെ 3, 4, 5 കമ്പനികളിൽ നിന്ന് പ്ലേസ്മെന്റ് അല്ലേ. അവർക്ക് പരീക്ഷ ആവുന്നതിന് മുന്നേ തന്നെ അവർ പ്ലേസ്മെന്റ് വാങ്ങിച്ചു. ആണ് അവർക്ക് ഏറ്റവും വലിയൊരു നേട്ടം നമ്മുടെ ITI കൊണ്ടുള്ളത്. ടെക്നീഷ്യൻസ് ആണ് രാജ്യത്തിൻ്റെ ശക്തി എന്ന ആശയത്തോടെ ഭാരത സർക്കാർ നടപ്പിലാക്കിയ ക്രാഷ് ആൻഡ് ട്രെയിനിങ് സ്കീമിൻ്റെ കീഴിൽ അതേ ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ 48ഓളം വർഷമായി പ്രവർത്തിക്കുന്ന മണ്ണാട് സെൻറ്റ് മേരീസ് പ്രൈവറ്റ് ITIയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥിര അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന 6 ട്രേഡുകൾ പ്രവർത്തിക്കുന്നു. അതിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിള്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ട്രാൻസ്പോർട്ട് സിവില്, ഇലക്ട്രോണിക്സ്, ഫിറ്ററ് തുടങ്ങിയ 2 വർഷ ട്രേഡുകളും അതോടൊപ്പം തന്നെ ഡീസൽ മെക്കാനിക്ക് 1 വർഷ ട്രേഡും. ITIയുടെ റേറ്റിങ്ങിൽ 10ൽ 6.5 മാർക്കോടുകൂടി സ്റ്റാർ റേറ്റിങ്ങിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് DGT അനുശാസിക്കുന്ന NSQF ലെവൽ 4 സിലബസ് പ്രകാരമാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നടക്കുന്നത്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് പ്രായപരിധി 14 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും ഉയർന്ന പ്രായപരിധി ഇല്ലാത്തതുമാണ്. ഉയർന്ന പ്രായക്കാർക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതും അതോടൊപ്പം തന്നെ വനിതകൾക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന 6 ട്രേഡുകളിലും പ്രവേശനത്തിന് സാധ്യത ഉള്ളതാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ മെക്കാനിക് ഡീസൽ ട്രേഡാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. പുതിയതും പഴയതുമായിട്ടുള്ള ഡീസൽ എഞ്ചിനുകളാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഇതെന്താ ഇവിടെ എന്താ ഇവരെ പഠിപ്പിക്കുന്നത്? ഇവർക്ക് ഇപ്പോൾ ഇത് അശോക് ലൈലാൻഡിൻ്റെ ഒരു 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഷോറൂമുകൾ, ഫാക്ടറികൾ, റെയിൽവേ, മറൈന് ഇവിടെയെല്ലാം ജോലി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ 1 വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ പ്ലേസ്മെൻറ്റിൽ 60 കമ്പനികളോളം ഇവർക്ക് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഹരിശങ്കർ ഇവർ 3 പേർക്കും ജോലിയായിട്ടുണ്ട്. ഓൾറെഡി ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ AVGയിൽ ജോലിക്ക് കയറി. ഇത് നാളെ പരീക്ഷ കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞ് വോക്സ് വാഗണിലേക്ക് കയറും. ഇദ്ദേഹത്തിന് TVSലേക്ക്. 3 പേരും ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് ആണ്. 3 പേർക്ക് അവരുടെ പരീക്ഷ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ അവർക്ക് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക, നല്ല ടീച്ചേഴ്സിനെ കിട്ടുക, നന്നായിട്ട് പഠിക്കുക, ഇത് 3ഉം അവർ കൃത്യമായിട്ട് ചെയ്തു. അവർക്ക് അതിനുള്ള മെച്ചം ഉണ്ടായിട്ടുണ്ട്. 3 പേരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അഭിനന്ദനങ്ങൾ. ഗംഭീരം കേട്ടോ. സന്തോഷമായി നിൽക്കുക അല്ലേ? അത് ശരി. ഇനിയിപ്പം നാളെ കഴിഞ്ഞ് ആയാൽ മതി അല്ലേ? ജോയിൻ ചെയ്യുമല്ലേ നേരം? ശരി. ഇതുകൂടാതെ തന്നെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ NTC സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്ക് അപ്രന്റീസ്ഷിപ്പിന് ഇത് കൊടുക്കാം. RI സെൻറ്ററിൽ പോയി രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് സ്റ്റൈപ്പൻഡോടുകൂടി അവർക്ക് ജോലി സാധ്യതകളും മുന്നിലുണ്ട്. ടീച്ചർ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ഇത്? ഇത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്നാണ് നമ്മുടെ ട്രേഡിൻ്റെ പേര്. നമ്മൾ ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ വരുന്നത്, നമുക്കറിയാം നമ്മൾ പുറമേയൊക്കെ പോകുമ്പം പല ആൾക്കാരും ബിൽഡിങ്ങുകൾ കാണുമ്പോഴത്തേക്കിന് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളൊരു സംശയം കാണും. നമ്മളിവിടെ അതിൻ്റെ പ്ലാന്, അത് ചെയ്യുന്നതിന് മുമ്പുള്ള സർവേ കഴിഞ്ഞ് പ്ലാന്, അതിൻ്റെ എസ്റ്റിമേഷൻ, ഓട്ടോക്യാഡ് ഡ്രോയിങ് സഹിതം കുട്ടികളെ പഠിപ്പിച്ച് സ്വന്തമായിട്ടും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യാൻ, നാട്ടിലും വിദേശത്തും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധം അവരെ പ്രായോഗികമായിട്ട് പരിശീലിപ്പിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുന്നത്. ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് മറ്റൊരിടത്തും ജോലി കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും
കോൺട്രാക്ട് ആയിട്ടോ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എടുത്തു കൊടുത്തോ ഓട്ടോക്യാഡ് ഡ്രോയിങ്സ് ചെയ്തോ ഒക്കെ അവർക്കൊരു നല്ല ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. ഒരുപാട് അവസരങ്ങളുള്ള ഒരു ട്രേഡാണ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ. ഉപകരണങ്ങൾ നമുക്ക് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിജിറ്റൽ സർവേ ചെയ്യാനായിട്ടുള്ള ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? തിയോഡലൈറ്റ് ബസ്സിൽ വരുന്നതാണ് സർവേ, ഓട്ടോക്യാഡ്, അതുപോലെ തന്നെ പ്ലാൻ എസ്റ്റിമേഷൻ എല്ലാം ഈ 2 വർഷത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ അവസരമായിരിക്കും. കാരണം അവർ ITA പഠിച്ചതിന് ശേഷം പോളിടെക്നിക്കിലേക്ക് ചെന്നാൽ ലാറ്ററൽ എൻട്രി വഴി അവർക്ക് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. അവരവിടെ 2 വർഷം പഠിച്ചാൽ മതി. ഈ 2 വർഷം പഠിക്കുമ്പോൾ അവർ ITയും പാസ്സായി പോളിടെക്നിക്കും കഴിഞ്ഞു. പിന്നെ അവർക്ക് അത് കഴിഞ്ഞ് വേണമെങ്കിൽ ബിടെക്കിന് പോകുമ്പോഴും ലാറ്ററൽ എൻട്രി അവർക്ക് ഇതുവഴി കിട്ടും. അപ്പോൾ അവർക്ക് 10ാം ക്ലാസ് യോഗ്യത കൊണ്ട് ഒരാൾക്ക് ബിടെക് ലെവലിലേക്കും അതിന് മുകളിലേക്കും പോകാൻ പറ്റുന്നു. അത് നമ്മുടെ ITയുടെ ഒരു വലിയൊരു സാധ്യതയാണ്. മണർകാട് സെൻറ് മേരീസ് പ്രൈവറ്റ് ITയിലെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇവിടുത്തെ കോഴ്സുകൾ, ഇവിടുത്തെ ലാബ് സജ്ജീകരണങ്ങൾ, ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. നമുക്കറിയാം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഏറ്റവും വലിയ മോഹമായി കാണുന്നൊരു വിദ്യാർത്ഥിക്ക് എൻട്രൻസ് എന്ന വലിയൊരു കടമ്പ കടക്കണം. ആ കടമ്പ കടന്നാൽ മാത്രം പോരാ, ലക്ഷങ്ങൾ മുടക്കി എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊന്നും എല്ലാവർക്കും മറ്റും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിട്ട് തള്ളിക്കളയാനും ആവില്ല. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയുന്നതുമല്ല അത്തരം ആഗ്രഹങ്ങൾ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മുടെ നാട്ടിലെ ITകൾ. ഗവൺമെൻറ് അംഗീകൃത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പഠിക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് എന്ന അവരുടെ വലിയ ഒരാഗ്രഹം, ജീവിതത്തിലെ വലിയ വിദ്യാഭ്യാസ ആഗ്രഹം നിറവേറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലെ ITകളിലുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്നവരാരും തന്നെ ജോലിയില്ലാതെ നിൽക്കുന്നില്ല. അവർക്ക് നാട്ടിലോ വിദേശത്തോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ട സിവിൽ എഞ്ചിനീയറിംഗ്, ഇവിടുത്തെ കോഴ്സുകൾ പഠിച്ച് അവർക്ക് സ്വന്തം നിലയ്ക്ക് വേറെ എങ്ങും ഒരു ജോലി അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും സ്വന്തം നിലയ്ക്ക് സർവേയറായിട്ടോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറായിട്ടോ കോൺട്രാക്ടറായിട്ടോ ഒക്കെ ജോലി ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്ര വിശാലമായ സാധ്യതകളുള്ള കോഴ്സുകളാണ് ITകൾ ഓഫർ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ITകളിലൊന്നായ കോട്ടയം ജില്ലയിലെ മണർകാട് സെൻറ് മേരീസ് പ്രൈവറ്റ് ITയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടറിഞ്ഞു വന്നത്. എഞ്ചിനീയറിംഗ് എന്നൊരു മോഹം ബാക്കിയാക്കി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ വരാം, അപേക്ഷിക്കാം, അഡ്മിഷൻ നേടാം, അവരുടെ ജീവിതം പടുത്തുയർത്താം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.